ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് മൺട്രോത്തുരുത്തിലാണ്. ഇവിടെ അതിമനോഹരമായ സ്ഥലം കേട്ടോ. ആരാലും വന്നിട്ടില്ലാത്ത, എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത അടിപൊളി ഒരു സ്ഥലം. വിദേശികളൊക്കെ ഒരുപാട് വന്നു പോകുന്നൊരു സ്ഥലമാണിത്. കണ്ടൽക്കാടുകളാണ് ഇവിടുത്തെ മെയിൻ ആകർഷണം. കണ്ടൽക്കാടിൻ്റെ സൗന്ദര്യം പറയാനാണെങ്കിൽ നമുക്ക് കാണാം. ഈ സൈഡിൽ ഇരിക്കുന്ന ആളും കൂടെ ഇതുപോലെ നിരവധി വേരുകളുമായി വെള്ളത്തിന് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് കണ്ടൽ. ഈ കണ്ടലെല്ലാം ഇവിടെ സംരക്ഷിത മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. നശിപ്പിക്കാനോ വെട്ടിക്കളയാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ മൊത്തം അതാണ് കേട്ടോ. ബോട്ടിങ്ങും കനാൽ ബോട്ടിങ്ങും ഷിക്കാര ബോട്ടിങ്ങും ഒക്കെ ഉണ്ട് ഇവിടെ. അഷ്ടമുടിക്കായലിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം ഇപ്പോൾ ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ ടൂറിസം നല്ലതുപോലെ വളർന്നിട്ടുണ്ട്. ഏക്കർ കണക്കിന് കണ്ടൽക്കാടുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഈ സൈഡിൽ ഇരിക്കുന്ന ആളും കൂടെ നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് കണ്ടൽക്കാടിനകത്തൂടുള്ള യാത്രയാണിപ്പോൾ. തലയൊക്കെ വെട്ടിപ്പൊളിക്കും. ഇപ്പോൾ അനാക്കോണ്ട സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലത്തിൻ്റെ ഒരു പ്രതീതി തന്നെ ഉണ്ട്. അടിപൊളി. അഷ്ടമുടിക്കായലിന്റെ ഭാഗമായിട്ടുള്ള ഈ പ്രദേശം അടിപൊളി സ്ഥലം. ഏതുതരം കണ്ടലുകളുണ്ട്. അതിലിപ്പോ 3-4 തരം ഇതിൽ തന്നെ ഉണ്ട് ഓൾറെഡി. ഇതിന്റെ വേരുകൾ നമ്മൾ സ്വസന വേരുകളെന്ന് അറിയപ്പെടുന്നത്. ഈ വേര് കണ്ടോ മേളിലോട്ട് പൊങ്ങിക്കുന്നത്, ഇതിന്റെ വേരുകൾ. നമ്മൾ പിന്നെ ആനൽ കണ്ടൽ എന്ന് പറഞ്ഞാൽ മറ്റേത് അപ്പുറത്ത് കാണുന്നത് നമ്മൾ ലാർച്ച് കണ്ടില്ലേ, അതാണ്. അത് ഏറ്റവും കൂടുതൽ ഓക്സിജൻ കിട്ടുന്നത്, മീൻ ഉൽപാദനം, തീരദേശ സംരക്ഷണം, അങ്ങനെയൊക്കെ ഉണ്ട് പറയാം. എത്ര കിലോമീറ്ററോളം ഉണ്ട് ഈ പ്രദേശം മൊത്തം? പ്രദേശം ഒരു 10-15 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുക. അഷ്ടമുടിക്കായൽ, കല്ലടയാറ്, എല്ലാ പിന്നെ ഇടത്തോടുകൾ, അങ്ങനെ കനാലുകളായിട്ട് തിരിഞ്ഞിരിക്കുകയാണ്. ടൂറിസം ഒക്കെ ഒരുപാട് വളരുന്നുണ്ട്. ഒരുപാടുണ്ട്. ഇപ്പോൾ 2018 ശേഷമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നത്. ആലപ്പുഴ കഴിഞ്ഞാൽ രണ്ടാമത്തത് മൺട്രോത്തുരുത്താണ്. ആണല്ലേ. വെള്ളം കയറിയ സമയത്തൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് പ്രശ്നമില്ല. അത്രയില്ലായിരുന്നു. നമുക്ക് കരയിൽ നിന്ന് ഒരു 2 അടി ഹൈറ്റ് വെള്ളം ഉള്ളായിരുന്നു. അതിൽ കൂടുതലും 2 ദിവസം നമുക്ക് തങ്ങി നിന്നുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് നേരെ കല്ലടയാറ്, അഷ്ടമുടിക്കായൽ, പിന്നെ നേരെ കടലിലോട്ട് പോകും, നീണ്ടാറിലോട്ട്. വെള്ളം വലിയ കൂടുതലും വെള്ളം നിൽക്കത്തില്ല ഇവിടെ. ഞാൻ വിചാരിച്ചു തലയിലെന്തോ വീഴാൻ തട്ടിയാനേ. ഇതേപോലുള്ള ചെറിയ ചെറിയ പാലങ്ങളുണ്ട്. അതിനടിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് കേട്ടോ. Perdón.
വീഡിയോ ഒന്ന് പ്രിയ സുഹൃത്തെ നോക്കണ കണക്ട് ഇട്ടത് ബോളോ മറ്റേ ബോളോ പൊക്കി വെച്ചത്